സുപ്രീം കോടതിയുടെ കൊളീജിയം ഒന്ന് മാറി ചിന്തിക്കുന്നതായിട്ട് ഉള്ള ഒരു വാർത്ത വരുന്നു. അത് സ്വാഗതാർഹമായ ഒരു കാര്യം തന്നെയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഈ കൊളീജിയം സിസ്റ്റത്തിനെതിരെ ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. നേരത്തെ ഞാനും ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ള ആളാണ്. ഞാൻ പരസ്യമായിട്ട് ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്. അത് ഓൺ റെക്കോർഡ് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഹൈക്കോടതിയിൽ ഞാൻ പറഞ്ഞതാണ്, ഞാൻ വിളിച്ചു പറഞ്ഞതാണ്. കാരണം അതൊക്കെ ഞാൻ കണ്ടതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്നുള്ള കുറേ ആളുകൾ, അതായത് അവർ അത് മാത്രമല്ല ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ, അവരൊന്നും കോടതി കണ്ടിട്ടുള്ളവരല്ല. പലരും ഒന്നും അറിയാൻ വയ്യാത്ത ആളുകൾ, ഞങ്ങൾക്ക് ആർക്കും അറിയാൻ വയ്യാത്ത ആളുകളെ ഇതുപോലെ ഈ ലിസ്റ്റിലേക്ക് കടന്നുകൂടുന്നതായിട്ടും കൊളീജിയൻ റെക്കമെൻഡ് ചെയ്തതായിട്ടും അറിഞ്ഞപ്പോൾ ഞാനത് പ്രതികരിച്ചു. അതിന് ഇപ്പോഴും എന്നോട് ഒരുപാട് പേർക്ക് വിരോധമുണ്ട്. ഞാനത് കണക്കാക്കുന്നില്ല. കാരണം കൊളീജിയൻ സിസ്റ്റം എന്ന് പറയുന്നത് അത് ഉള്ളതിന് നല്ലതാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ അതിനകത്ത് പ്രശ്നം എന്താണെന്നറിയോ, ഈ കൊളീജിയം എന്ന് പറയുന്ന സിസ്റ്റത്തിൽ ഇരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് അവർ മനുഷ്യരാണ്. അപ്പോൾ അവർ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി അങ്ങെടുക്കും. ഞാൻ നിൻ്റെ അളിയനെ പറയാം, നീ എൻ്റെ അളിയനെ പറഞ്ഞു, അപ്പം മതി. രണ്ട് കൊള്ളരാത്തവന്മാരെ അവർ എടുക്കുമ്പോൾ കാര്യം റെഡിയായി, അവർ തമ്മിലുള്ള ഒത്തുതീർപ്പാണ്. ഈ രീതിയിൽ പോകാൻ പാടില്ല. ഇത് ഇത് തറവാട്ട് സ്വത്തല്ല, ഒരുതിനെ ഇത് വീതിക്കാനെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. ഒരുപാട് എതിർപ്പുണ്ടായി അതിന്. പക്ഷേ അതിനെ ഒരുപാട് പേര് അംഗീകരിക്കുകയും ചെയ്തു. ഏതായാലും ആ ലിസ്റ്റ് പോലും സുപ്രീം കോടതി മടക്കി അയക്കാനും അത് കാരണമായി എന്നുള്ളത് എനിക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് മടക്കി അയച്ചതിൽ അതിന് ശേഷം പിന്നെ ബാക്കി നടന്ന കാര്യം ഞാൻ പറയുന്നില്ല. കാരണം അതിന് വരുമാനം പോലും ഇല്ലാത്ത ആളുകൾ, അവർക്ക് കാണിക്കാനൊക്കാത്ത, ടാക്സ് കൊടുക്കാത്ത ആളുകളൊക്കെയാണ് ഇതിൽ കടന്നുകൂടിയിരുന്നത്. അതൊക്കെ ബേസിക് ഇതുപോലും അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് വരുന്നത്. ഏതായാലും പിന്നെ അവരൊക്കെ വേറെ വിധത്തിൽ ടാക്സൊക്കെ അടച്ച് ചാർട്ടേഡ് അക്കൗണ്ടന്റിന് ഏതാണ്ട് സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കുറേ പേര് രക്ഷപ്പെട്ടു. അതിൽ നല്ല ഒരാളുണ്ടായിരുന്നു, അതായത് ശ്രീ പരമേശ്വര പണിക്കർ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് പരമേശ്വര പണിക്കരുടെ മകൻ ഗോപകുമാർ. അപ്പോൾ യഥാർത്ഥത്തിൽ മിടുക്കനാണ്, നല്ലതായിരുന്നു. പക്ഷെ അയാൾ ഈ കള്ള സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ തയ്യാറായില്ല, വേണ്ടെന്ന് വെച്ചു. അതാ കാര്യം. കാരണം നല്ല വരുമാനമുള്ളവരാണ് അവർ. പക്ഷേ പണിക്കരി സാറിൻ്റെ പേരിലാണ് ഈ വരുമാനമൊക്കെ വരുന്നത്. ഇവരൊന്നിച്ച് ഓഫീസാണെങ്കിലും. അപ്പോൾ ഗോപുവിനത് കാണിക്കാൻ ഒക്കത്തില്ല, പറയണമെങ്കിൽ കള്ളം പറയണം. പക്ഷെ കള്ളം പറയാൻ അവർ തയ്യാറായില്ല. അതായത് തറവാടിത്തം ഉള്ളവരുടെ ലക്ഷണമാണ് കണ്ടത്, നമ്മളവിടെ കണ്ടു. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു മാറ്റം വരണമല്ലോ എന്നുള്ള ഒരു രീതിയിൽ വന്നു. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഇവിടെ ജഡ്ജിമാരുടെ മക്കളാണ് മിക്കവാറും ജഡ്ജിമാർ കേട്ടോ. പല ഹൈക്കോടതികളിലും ഇരിക്കുന്ന കൂടുതൽ ജഡ്ജിമാരും എന്ന് പറയുന്നത് അവരെല്ലാം ഹൈക്കോടതിയിലായാലും സുപ്രീം കോടതിയിലായാലും പലരും അവർ ജഡ്ജിമാരുടെ മക്കളാണ്. ജഡ്ജിമാരുടെ മക്കളായതുകൊണ്ട് അവർ വിവരം കെട്ടവരാണെന്നൊന്നും ഞാൻ പറയത്തില്ല, വിവരമുള്ളവരെ എടുക്കാം. പക്ഷേ എങ്കിൽ പോലും അത് ആ ബാറിൽ നിന്നുള്ള ഡയറക്റ്റ് സെലക്ഷൻ വരുമ്പോൾ അങ്ങനെ ഈ ജഡ്ജിയുടെ മോനെ പിടിച്ചിങ്ങോട്ട് കയറ്റുമ്പോൾ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതില്ലാതിരിക്കുന്ന തന്നെ നല്ലത്. ഇപ്പോൾ കൊളീജിയത്തിലെ ഒരു ജഡ്ജി ശക്തിയുക്തമായിട്ട് വാദിച്ചതായിട്ട് അറിയുന്നു. അതായത് ജഡ്ജിമാരുടെ ബന്ധുക്കളും മക്കളും ഒന്നും വേണ്ട, ജഡ്ജിമാരായിട്ട് വേണ്ട. നല്ലൊരു കാര്യമാണ്, എൻ്റെ അഭിപ്രായത്തിൽ വളരെ നല്ലതാണ്. അപ്പോൾ എൻ്റെ മക്കൾ തന്നെ LLBക്ക് പോകുമ്പോൾ വലിയ ഇഷ്ടമായിരുന്നു അവർക്ക്. ഞാൻ വിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ, അതെ ഞാൻ ചെയ്തത് ശരിയല്ല എന്ന് പലരും പറഞ്ഞേക്കാം, എൻ്റെ മക്കൾ എപ്പോഴും പറയുന്നത് ശരിയല്ലെന്ന്. പക്ഷേ എൻ്റെ വിശ്വാസത്തിൽ അത് ശരിയാണ്. കാരണം ഞാൻ ജില്ലാ ജഡ്ജിയായിട്ട് ഡയറക്റ്റ് സെലക്ഷനിൽ ഇരിക്കുന്ന ആളാണ്. അത് കഴിഞ്ഞാണ് എൻ്റെ മക്കളൊക്കെ, അത് ഞാൻ സീനിയർ ജില്ലാ ജഡ്ജി ആയപ്പോഴാണ് അവർ ഡിഗ്രിയൊക്കെ ആവുന്നത്. അപ്പം ഞാൻ അവരെ LLBക്ക് വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നം എന്തെന്നറിയോ, അവരെവിടെങ്കിലും പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ കമാൽ പാഷയുടെ മോളാണിത് എന്നുള്ളൊരു പരിഗണന എൻ്റെ മക്കൾക്ക് കിട്ടുന്നത് എനിക്കിഷ്ടമല്ല. ഈ നീതിന്യായ വ്യവസ്ഥയിൽ അത് കിട്ടുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ വിടാഞ്ഞത്. അതുപോലെ ഹൈക്കോടതിയിലായപ്പോഴാണെങ്കിലും ഹൈക്കോടതിയിൽ അവർ വന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ മോള് ഞാൻ അവിടെ ജഡ്ജിയായിട്ടിരിക്കുമ്പോൾ വേറെ ഒരു ബെഞ്ചിൽ പോയി പ്രാക്ടീസ് ചെയ്താലും കോടതി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും അവർക്ക് വേണ്ട ഒരു പ്രത്യേക പരിഗണന കിട്ടും. അതുപോലെ ജഡ്ജിമാരുടെ ഭാഗത്തുനിന്നും കിട്ടും. ഞാൻ കൊടുക്കാറുള്ളത് വേറെ കാര്യം. ഞാൻ ഏത് ജഡ്ജിയുടെ മോനായാലും ആര് വന്നാലും ശരി അവിടെ ഒരുപോലെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാനല്ലാതെ ഒരു വ്യത്യാസവും കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മക്കളെ LLBക്ക് വിടണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെയാണ്. അവർ കഴിവില്ലാത്തതുകൊണ്ടല്ല, നല്ല മിടുക്കരായിരുന്നു. മൂത്ത മോളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്ലൈയിങ് കളേഴ്സിൽ ഇറങ്ങി വന്നേനെ. പക്ഷേ
ഞാനത് വേണ്ടെന്ന് വെച്ചു. അവരുടെ ഭാവി ഞാൻ തുളച്ചൊന്നുമല്ല. അവർക്ക് LLBക്ക് പോകണമെന്ന് ആഗ്രഹം വന്നത് ഞാൻ വലിയ വക്കീലായിട്ടും അതുപോലെ തന്നെ ഞാൻ ജഡ്ജിയായിട്ടും ഇരിക്കുന്നത് കണ്ടുകൊണ്ടാണ്. അത് വേണ്ട ഞാൻ തീരുമാനിച്ചു. ആ തീരുമാനമാണ് എനിക്കിപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായിട്ട് തോന്നിയത്. അത് കൊളീജിയം ഏതാണ്ട് യോജിക്കുകയാണ് അതോടൊപ്പം. അതായത് അവരുടെ ഈ പെഡിഗ്രി ഇതെല്ലാം നോക്കുമ്പോൾ ഇവരെവിടുന്ന് വന്നേക്കുന്നത് അത് ഇന്ന ജഡ്ജിയുടെ മോനാണ്. മോനാണെങ്കിൽ വേണ്ട, വേറെ ആളുണ്ടല്ലോ ബാറിൽ, വേറെ ഒരാളെ എടുക്കണം. അതല്ലെങ്കിൽ ഇതേപോലെ ജില്ലാ ജഡ്ജിയായിട്ട് പരീക്ഷയൊക്കെ എഴുതി വന്ന് പാസ്സായി എല്ലാം വന്ന് സീനിയോറിറ്റിയൊക്കെ വരുന്നുടനെ എടുക്കാം. ഇതല്ലാതെ ഡയറക്റ്റ് ബാറിൽ നിന്ന് എടുക്കുമ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. മറ്റേത് ഒരു 30% അല്ല ഉള്ളൂ, ബാക്കി മുഴുവൻ 70% എടുക്കുന്നത് മറ്റേന്നാണ്, ഡയറക്റ്റാണ്. ഈ ഡയറക്റ്റ് സെലക്ഷനിൽ വരുന്നുണ്ടേ വലിയ അഴിമതി അധികം നടക്കുന്നുണ്ട്. അത് ഒരു വളരെ പരസ്യമായ ഒരു രഹസ്യമാണത്. അപ്പോൾ അത് ഇല്ലാതാവാനുള്ള ഏറ്റവും വലിയ മാർഗം ഈ അഴിമതിയുടെ ഒരാരോപണം വരത്തില്ല. ഒരു ജഡ്ജിയുടെ മോൻ വേണ്ട, അത് ജില്ലാ ജഡ്ജിയായിട്ട് ടെസ്റ്റും പരീക്ഷയും എല്ലാം എഴുതി പാസ്സായി അതിൽ ഇരുന്ന് മുറ്റി കഴിയുമ്പോൾ കിട്ടുന്നെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കണം. അതാ ചെയ്യേണ്ടത്. അത് നല്ല കാര്യമാണ്. ഈ തീരുമാനം ഒരു ജഡ്ജിയുടെയും മോനെന്നും ഉള്ള പരിഗണനയൊന്നും കൊടുക്കരുത്. മരുമകൻ ഇവിടെ എന്താ മരുമകനാണ് ആണെങ്കിൽ ഒരു ജഡ്ജിയുടെ മരുമകനായ 5 പൈസയുടെ വിവരമില്ലാത്തവന്മാരെ അങ്ങനെ കയറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഉള്ളതാണ്. അവരൊക്കെ കയറി ഇരുന്നിട്ട് എന്താ ചെയ്യുന്നത്? അവർക്ക് ജോലിയൊന്നും ചെയ്യാൻ അറിഞ്ഞൂടാ. ഒരുപാട് പേരുണ്ട് അങ്ങനെയുള്ള ആളുകളുണ്ട്. മിടുക്കരില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്, നല്ല മിടുക്കുള്ളവരും ഉണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഈ ആരോപണം അങ്ങനെ ഒരു 2-3 പേര് 1-2 പേര് മിടുക്കരാകുമ്പോൾ ഒരു 5-8 പേര് ജഡ്ജിയുടെ മോനായതുകൊണ്ടും മരുമോനായതുകൊണ്ടും അല്ലെ അളിയനായതുകൊണ്ടും ആ രീതിയിലൊക്കെ ഉള്ള അനന്തരവനായതുകൊണ്ടും ഒക്കെ കയറി വരുന്ന സിസ്റ്റമുണ്ട്. അത് വേണ്ട, അത് നല്ലതല്ല, നമ്മുടെ രാജ്യത്തിന് നല്ലതല്ല. ഈ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ ഇങ്ങനെ വരുന്നത് വളരെ അരിച്ചെടുക്കണം. സുപ്രീം കോടതിയിലാണെങ്കിൽ 5 പേരാണ് കൊളീജിയത്തിലുള്ളത് സുപ്രീം കോടതി ജഡ്ജസിനെ എടുക്കാൻ. ഹൈക്കോടതി ജഡ്ജസിനെ എടുക്കാനാണെങ്കിൽ സുപ്രീം കോടതിയിൽ 3 സീനിയർ, അതായത് ചീഫ് ജസ്റ്റിസും 2 സീനിയർ മോസ്റ്റ് ജഡ്ജസും കൂടെ ചേർന്നാണ് അവർ തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഹൈക്കോടതിയുടെ കൊളീജിയമാണ് അവിടോട്ട് അയക്കുന്നത് റെക്കമെൻഡേഷൻ. അതെടുത്തിട്ട് അവരൊന്ന് നോക്കും. അവർക്ക് ഡയറക്റ്റായിട്ട് ഇവരെ അറിയില്ല. അപ്പോൾ ഇതിൽ എഴുതി അയക്കുന്ന കാര്യങ്ങളും ഇവരുടെ ഗുണഗണങ്ങളും ഒക്കെയാണ് നോക്കുന്നത്. പക്ഷേ ഇനി ആ ഗുണഗണങ്ങളോടൊപ്പം ഇവരെ ബന്ധുക്കൾ ആരൊക്കെയാണെന്നും അവരെ കുടുംബത്തിൽ ജഡ്ജി ഉണ്ടോയെന്നും കൂടെ നോക്കുന്നത് നല്ലതാണ്. കാരണം ഈ കൊളീജിയൻ സിസ്റ്റം അഴിമതി മുക്തമാകണമെങ്കിൽ അതാണ് നല്ലത്. അതായത് സ്വജനപക്ഷപാതം ഇല്ലാതാക്കണം ആദ്യം. അതാണ് സ്വജനപക്ഷപാതം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അഴിമതി. അത് ഇല്ലാതാക്കുക. അതിന് നാന്ദി കുറിക്കുന്ന ഒരു തീരുമാനമാണ് സുപ്രീം കോടതി കൊള്ളാൻ പോകുന്നത് എന്ന് മാധ്യമങ്ങളിൽ നിന്ന് കാണുന്നു. അങ്ങനെ തീരുമാനമുണ്ടെങ്കിൽ വളരെ നല്ലത് തന്നെയാണ്, അങ്ങനെ വരട്ടെ. സുപ്രീം കോടതിയിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കൊളീജിയത്തിലെ ഒരാളെ എതിർത്ത അവിടെ ആ പണി നടക്കത്തില്ല. അതുകൊണ്ട് ഒരാൾ മതി, ഒരു പ്രശ്നവുമില്ല. അതായത് ഒരാളെ എതിർത്താൽ പോലും ഇത് നടക്കത്തില്ല. സുപ്രീം കോടതി കൊളീജിയ ഈ 3 പേരെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഹൈക്കോടതി ജഡ്ജിമാരെ എടുക്കുന്നത്. അതിൽ ഒരാൾ എതിർത്താൽ 2 പേര് ഭൂരിപക്ഷം എന്ന് പറയുന്ന പരിപാടിയൊന്നുമില്ല. ഇവിടെ നമ്മുടെ ഹൈക്കോടതികളിൽ ഈ ഭൂരിപക്ഷം നോക്കും. പക്ഷെ അവിടെ ഭൂരിപക്ഷം അല്ല വേണ്ടത്, എല്ലാവരും ഐക്യകണ്ഠേന തീരുമാനിക്കണം, എന്നാലേ നടക്കുള്ളൂ. അങ്ങനെ കാര്യമുണ്ട്. നടപ്പിലാകാൻ നല്ല സാധ്യതയുണ്ട്. വളരെ സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ്. കാരണം മുമ്പ് ഈ ജഡ്ജസ് അപ്പോയിൻമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കുന്ന പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അതിനു വേണ്ടിയുള്ള നിയമം വന്നപ്പോൾ സുപ്രീം കോടതി എന്നത് എടുത്ത് നള്ളിഫൈ ചെയ്തു. അത് തെറ്റാണെന്ന് പറഞ്ഞു, അത് പോയി. പക്ഷെ ഇവിടെ ജഡ്ജിമാരെ തീരുമാനിക്കുന്നു എന്ന് പറയുന്ന ഒരു ആരോപണ നിലവിലിരിപ്പുണ്ട്. അത് ഞാൻ തെറ്റ് കാണുന്നില്ല. കാരണം ശരിയായ രീതിയിലുള്ള തീരുമാനമാണെങ്കിൽ ജഡ്ജിമാരാവാൻ കൊള്ളാവുന്നവർ ജഡ്ജിമാർക്കേ അറിയാവുള്ളൂ. യഥാർത്ഥത്തിൽ അതിന് അറിയാവുന്നത് ഏറ്റവും കൂടുതൽ അവർക്കാണ്. അതിന് തെറ്റൊന്നും പറയില്ല. പക്ഷേ അതിനിടയിൽ ഈ പണി കടന്നുകൂടരുത്. അതായത് ഈ കൊച്ചാട്ടനെയും മരുമോനെയും പിന്നെ അനന്തരവനെയും ആളിയനെയും ഒക്കെ പിടിച്ച് കയറ്റുന്ന ഈ പണിയുണ്ടല്ലോ, അതങ്ങ് നിർത്തണം. മക്കളെയൊക്കെ അതങ്ങ് നിർത്തണം. ഇവിടെ എത്ര പേരുണ്ടെന്നറിയോ അങ്ങനെ ആയിരിക്കുന്നത്? ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, ഒത്തിരി പേരുണ്ട്. നാട്ടുകാർ പറയുന്നത് വെറുതെയാണ്. അത് എന്താ, അവരെക്കാളും കഴിവുള്ളവർ ആ ബാറിൽ വേറെ ഇല്ലേ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതായത്
ബാറിൽ നിന്ന് ഒരാളെ ഡയറക്റ്റായിട്ട് എടുക്കുമ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ അയാൾ കൊള്ളാമോ ഇല്ലയോ എന്നുള്ളതല്ല നോക്കേണ്ടത്, അയാളെ കഴിയും കൊള്ളാവുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. വേറെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ജഡ്ജിയുടെ മോനോ മരുമോനോ ആയിപ്പോയത് കൊണ്ട് ഇയാളെ എടുക്കുക, വേറെ അതിലും കഴിവുള്ളവരെ അവിടെ തഴയപ്പെടുക എന്ന് പറയുന്നത് വലിയ അഴിമതിയാണ്. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ എനിക്ക് വേറെ വിരോധമൊന്നുമില്ല ആരെടുത്തും. ഏതായാലും എൻ്റെ മക്കളൊന്നും ജഡ്ജിമാരാവാൻ പോകുന്നില്ല, കാരണം അവരെ LLB ചെയ്യാൻ വിട്ടിട്ടില്ല. ഇനി വല്ല കൊച്ചുമക്കളെങ്ങാനും ചിലപ്പം വരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അത് സാരമില്ല, അന്നൊന്നും ഞാൻ കാണത്തില്ല എന്ന് വിശ്വസിക്കാം. അപ്പം ഈ കമാൽ പാഷയുടെ അപഹാരം അതിനെന്തായാലും വരത്തില്ലല്ലോ എന്ന് തീരുമാനിക്കാം.